ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ എൻ്റെ കുടുംബത്തെയും ഈ പുണ്യഭൂമിയിൽ നിർത്തിന് ഞാൻ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ഷിനു മാത്യു. ഇതെൻ്റെ ഹസ്ബൻഡ് മോളുമാണ്. ഇതെൻ്റെ ചേച്ചിയുടെ 2 മക്കളാണ്. ഞങ്ങൾ മലപ്പുറത്തു നിന്നും വരുന്നു. ഹസ്ബൻഡിൻ്റെ വീട് പത്തനംതിട്ട എലന്തൂരാണ്. ഞാനിവിടെ സാക്ഷ്യം പറയുന്നത് ഞങ്ങൾക്ക് ലഭിച്ച വലിയൊരു ദൈവ അനുഗ്രഹത്തെ മാതാവിൻ്റെ ഈശോയുടെയും സംരക്ഷണത്തിനെക്കുറിച്ചുമാണ്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2022 സെപ്റ്റംബർ 17-നാണ്. ഇതെൻ്റെ അൾത്താരയിലെ 2ാമത്തെ സാക്ഷ്യമാണ്. ഞാനൊരു BSc നേഴ്സാണ്. ഞങ്ങൾ കുടുംബമായിട്ട് കുവൈറ്റിലായിരുന്നു. ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് OET പാസ്സായതും ന്യൂസിലൻഡിലേക്കുള്ള പ്രോസസ്സിങ് കംപ്ലീറ്റ് ആയതും ഞാൻ എൻ്റെ ആദ്യത്തെ സാക്ഷ്യത്തിൽ പറഞ്ഞിരുന്നു. ദൈവകൃപയാൽ കഴിഞ്ഞ വർഷം മെയ് 30-ാം തീയതി ഞങ്ങൾ കുടുംബമായിട്ട് ന്യൂസിലൻഡിലേക്ക് കടന്നുപോയ സമയത്ത് അവിടെ ജോലി ലഭിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുകളെക്കുറിച്ച് ഞങ്ങൾക്ക് ചെറിയ രീതിയിൽ അറിയാമായിരുന്നു. എന്നിരുന്നാലും ജോലി ലഭിക്കാതെ പോയവരെല്ലാവരും തന്നെ തിരിച്ചു വരുന്നു എന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. അവിടുന്ന് ചെന്നതിന് ശേഷം ക്യാപ്പ് എന്നൊരു പ്രോഗ്രാം ചെയ്യണമായിരുന്നു. അതിൽ ഓസ്കി ഉണ്ടായിരുന്നു. ഓസ്കി ഭയങ്കര ടഫായിരുന്നു. ആദ്യത്തെ അറ്റംപ്റ്റിൽ ഞാൻ ഫെയിലായി. ഞങ്ങൾ 12 പേരുണ്ടായിരുന്നു ഫെയിലായവരിൽ. അങ്ങനെ 2ാമത്തെ ഒരു അറ്റംപ്റ്റ് കൂടെ അവർ തരത്തുള്ളൂ. അപ്പോൾ ഞാൻ ഉടമ്പടി കാശുരൂപം മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ച് എല്ലാവർക്കും ഉടമ്പടി തൈലം കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. ഉടമ്പടി ഉപ്പ് ഞങ്ങളുടെ എക്സാം ഹോളിൻ്റെ പുറത്ത് കൊണ്ടുപോയി ആരും ചവിട്ടാത്തിടത്ത് ഞങ്ങൾ ഇട്ടു. എല്ലാവരും പാസ്സാകണേ എന്ന് ഞാൻ മാതാവിനോട് ഈശോയോടും പ്രാർത്ഥിച്ചു. അങ്ങനെ അവർ പാസ്സാക്കത്തില്ല എല്ലാവരും. എന്നാൽ മാതാവിൻ്റെ ഈശോയുടെയും കൃപയാൽ എല്ലാവർക്കും ഭയങ്കര ടഫായിരുന്നു. ഓസ്കി എല്ലാവരും തന്നെ പാസ്സായി. അങ്ങനെ ന്യൂസിലൻഡിലേക്കുള്ള രജിസ്ട്രേഷൻ കിട്ടി. അതിനുശേഷം അപ്ലൈ ചെയ്തു. ജോലിക്ക് വേണ്ടി ഓൺലൈനായിട്ടും ഡയറക്റ്റായിട്ടും CV കൊടുത്ത് അപ്ലൈ ചെയ്തെടുത്തൊന്നും എല്ലാ റിജക്ഷൻസ് ആയിരുന്നു കിട്ടിയിരുന്നത്. ആ ഒരു സമയത്ത് എല്ലാവരും ന്യൂസിലൻഡിലേക്ക് കടന്നു പോകുമ്പോൾ ഒറ്റയ്ക്കാണ് പോരുന്നത്. ജോലിയെല്ലാം ലഭിച്ചിട്ടാണ് പിന്നീട് ഫാമിലിയെ കൊണ്ടുപോകുന്നത്. പക്ഷേ ഞങ്ങൾ ഒന്നിച്ച് പോയത് കാരണം ഒറ്റയ്ക്ക് പോകുന്നതിനേക്കാൾ 3 ഇരട്ടി ചിലവായിരുന്നു. അപ്പോൾ 2 പേർക്കും ജോലിയില്ല. വല്ലാത്തൊരു അവസ്ഥയിലൂടെ ഞങ്ങൾ കടന്നുപോയി. ഓരോ ദിവസവും റിജക്ഷൻസിൻ്റെ എണ്ണം കൂടുന്നതല്ലാണ്ട് യാതൊരു പ്രതീക്ഷയും എവിടെ നിന്നും കിട്ടുന്നില്ല. അങ്ങനെ ഞങ്ങൾ വിഷമത്തിലൂടെ കടന്നു പോയപ്പോൾ ഉടമ്പടി എടുത്തത് ഞാനായിരുന്നു എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്. കാരുണ്യപ്രവൃത്തികൾക്ക് സാമ്പത്തികമായി സഹായിക്കാനൊക്കെ ഹസ്ബൻഡ് കൂടും. അല്ലാണ്ട് പ്രാർത്ഥനകളെല്ലാം ഞാൻ തന്നെയായിരുന്നു. അങ്ങനെ 2 ആഴ്ച കടന്നു പോയതിന് ശേഷം എനിക്ക് ആത്മീകമായിട്ടുള്ളൊരു അഭിഷേകം ലഭിച്ചു. ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥനകളെല്ലാം ചെയ്യാം. അങ്ങനെ ഹസ്ബൻഡ് തടസ്സങ്ങളൊന്നും പറഞ്ഞില്ല. അങ്ങനെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന, ഉടമ്പടി പ്രാർത്ഥന, ഉപവാസം എടുക്കുന്നത്, ദൈവവചനം വായിക്കുന്നത്, അതുപോലെ സാക്ഷ്യങ്ങളും അച്ഛൻ്റെ ധ്യാനവും കേൾക്കുന്നത് എല്ലാം ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ചെയ്തു. ആ ഒരുമിച്ചിരുന്ന് ചെയ്ത നാളെ തൊട്ട് ഞങ്ങൾക്കുണ്ടായിരുന്ന മനസ്സിൻ്റെ ഭാരം കുറഞ്ഞു. ഞങ്ങൾക്ക് സമാധാനവും സന്തോഷവും വന്നു. ജോലി ലഭിക്കുക എന്നുള്ളത് ഞങ്ങൾക്ക് പിന്നീടുള്ള കാര്യമായി. ദൈവകൃപയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു. അതുപോലെ ഞങ്ങളുടെ പ്രാർത്ഥനയുടെ രീതി മാറ്റി ഞങ്ങൾക്ക് വേണ്ടിയുള്ള ആവശ്യങ്ങളെല്ലാം മാറ്റി വെച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ദിവസവും ജപമാല ചൊല്ലുമായിരുന്നു. സമ്പൂർണ്ണ ജപമാലയിൽ ഓരോ മണി ജപമാലയും മറ്റുള്ളവരുടെ ആവശ്യങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി സമാധാനം, സന്തോഷം ജീവിതത്തിൽ വന്നു. പിന്നെ ഞങ്ങൾക്ക് ടെൻഷൻ ഇല്ലായിരുന്നു. അതിൻ്റെ ഇടയിൽ നമുക്ക് ഈ ന്യൂസിലൻഡ് രജിസ്ട്രേഷൻ വെച്ചിട്ട് ഓസ്ട്രേലിയയിലേക്കുള്ള രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്യാമായിരുന്നു. ഇതെല്ലാം അപ്ലൈ ചെയ്യുമ്പോൾ ഈ കാശുരൂപം മുറുകെ പിടിച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന, വിശ്വാസ പ്രമാണം, സ്വർഗ്ഗസ്നായ പിതാവ്, നന്മ നിറഞ്ഞ മറിയമേ ഇതെല്ലാം ചൊല്ലി കുരിശ് വരച്ചതിന് ശേഷമാണ് ഞങ്ങൾ അപ്ലൈ ചെയ്തത്. അങ്ങനെ ന്യൂസിലൻഡ് രജിസ്ട്രേഷനും ലഭിച്ചു. ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ ലഭിച്ചു. ഓസ്ട്രേലിയയിലേക്കുള്ള ആപ്ലിക്കേഷൻ കാശുരൂപം മുറുകെ പിടിച്ച് അയച്ചുകൊണ്ടിരുന്നു. അവിടെ നിന്നും റിജക്ഷൻസ് ആയിരുന്നു ലഭിച്ചുകൊണ്ടിരുന്നത്. എന്നിരുന്നാലും ഞങ്ങൾക്ക് ടെൻഷനില്ല. മാതാവ് ഈശോ ഞങ്ങൾക്ക് വേണ്ടി കരുതും എന്ന് ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു. ഇവിടെ വരെ ഞങ്ങൾ എത്തിച്ചിട്ടുണ്ടെങ്കിൽ തുടർന്ന് ഞങ്ങളെ വഴി നടത്താൻ മാതാവ് ഈശോ ശക്തനാണെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിച്ചു. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്നുള്ള വചനത്തെ ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിച്ചു. അങ്ങനെ എനിക്ക് പ്രാർത്ഥിച്ചപ്പോൾ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാനായിട്ട് എൻ്റെ മനസ്സിൽ തോന്നി. അങ്ങനെ ഞാൻ മാതാവിനോട് ഈശോയോടും ഡേറ്റ് ചോദിച്ചു. ഡേറ്റിന് പകരം എനിക്ക് ദിവസമാണ് തന്നത്. 60 ദിവസം എന്നുള്ളൊരു കണക്കാണ് എനിക്ക് തന്നത്. ഞാൻ അപ്പോൾ അന്ന് തൊട്ട് 60 ദിവസം കണക്ക് കൂട്ടിയപ്പം എനിക്ക് കിട്ടിയ ഡേറ്റ് സെപ്റ്റംബർ 18. അന്ന് എൻ്റെ മോളുടെ പിറന്നാളാണ്. അപ്പം പൂർണ്ണമായി ഞാൻ വിശ്വസിച്ചു. മാതാവ് ഈശോയും സഹായിക്കുമെന്ന് പൂർണ്ണ ഉറപ്പുണ്ടായിരുന്നു. അങ്ങനെ ഓരോ ദിവസം കടന്നുപോയി. മാതാവിലും ഈശോയിലും പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോയി. ടെൻഷനോ വേവലാതികളോ ഒന്നും ഞങ്ങൾക്കില്ലായിരുന്നു. അപ്പോഴും ഞങ്ങൾ ന്യൂസിലൻഡിൽ തന്നെയാണ്.
അങ്ങനെ സെപ്റ്റംബർ 9 എനിക്ക് ഓസ്ട്രേലിയയിൽ നിന്ന് ഒരു കോള് വന്നു. സെപ്റ്റംബർ 12 ഒരു ഇൻ്റർവ്യൂവിന് നീ അവൈലബിൾ ആണോ എന്ന് ചോദിച്ച് അങ്ങനെ ആണെന്ന് പറഞ്ഞു. സെപ്റ്റംബർ 12 ആദ്യത്തെ ഇൻ്റർവ്യൂ കഴിഞ്ഞു. സെപ്റ്റംബർ 17 എനിക്ക് ഡേറ്റ് കിട്ടി. ആ ഡേറ്റിൻ്റെ തലേ ദിവസം 17 അടുത്ത ഇൻ്റർവ്യൂവിനുള്ള ഇൻവിറ്റേഷൻ ലഭിച്ചു. സെപ്റ്റംബർ 24 ആ ഇൻ്റർവ്യൂവും കഴിഞ്ഞു. 2 ഇൻ്റർവ്യൂവിലും എനിക്ക് ശരിക്കും ഇതുപോലെ സ്റ്റേജ് ഫിയറുള്ളൊരു വ്യക്തിയാണ്. ഇൻ്റർവ്യൂവിലൊന്നും എനിക്ക് പേടി കാരണം ഒന്നും സംസാരിക്കാൻ സാധിക്കാറില്ല. പക്ഷേ ഞാൻ ഇൻ്റർവ്യൂവിന് മുന്നേ കാശുരൂപം പിടിച്ച് മുറുകെ പിടിച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും എല്ലാം ചൊല്ലി ഒരു നുള്ളു ഉപ്പുണ്ട് വായിലെടുത്തിട്ടു. അതുപോലെ തൈലം പുരട്ടി കുരിശ് വരച്ചു. അങ്ങനെ ഞാൻ ഇരുന്നു കാശുരൂപം മുറുകെ പിടിച്ച ഇൻ്റർവ്യൂവിലുടനീളം ഇരുന്നു. അവർ ചോദിച്ച ഓരോ ഉത്തരങ്ങൾക്കും 1, 2, 3 സെൻറ്റൻസ് അല്ല ഞാൻ പറഞ്ഞത്. എൻ്റെ മനസ്സിൽ നിന്ന് ഓരോ കാര്യങ്ങളും പറയാനായിട്ട് എൻ്റെ മാതാവ് ഈശോ എന്നോട് പറഞ്ഞു തരുന്ന പോലെയായിരുന്നു. എൻ്റെ ആൻസേഴ്സ് കേട്ട് അവർ ശരിക്കും അതിശയിച്ചു. അവരെന്നോട് പറഞ്ഞു, ഇതുപോലുള്ള കാൻഡിഡേറ്റ്സിനെയാണ് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് എന്നെ അവർ അപ്രീഷിയേറ്റ് ചെയ്തു. അത് എൻ്റെ കഴിവല്ല, എൻ്റെ മാതാവിൻ്റെ ഈശോയുടെയും കൃപയൊന്നുകൊണ്ട് മാത്രമാണ് അതുപോലെ എനിക്ക് സംസാരിക്കാൻ സാധിച്ചത്. അങ്ങനെ 2 ഇൻ്റർവ്യൂവിലും എന്നെ ഞാൻ പാസ്സായി. അതിൽ ഏത് സെലക്ട് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. അതിൽ മാതാവിനോട് ഈശോയോടും പ്രാർത്ഥിച്ചിട്ട് തന്നെ അതിൽ മാതാവ് ഈശോയും കാണിച്ചെന്ന ഒരെണ്ണം ഞങ്ങൾ സെലക്ട് ചെയ്തു. പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തപ്പോഴാണെങ്കിൽ ഓസ്ട്രേലിയക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഒരുപാട് ബുദ്ധിമുട്ടാണ്. പേപ്പർ വർക്കുകൾ, ഓരോ സർട്ടിഫിക്കറ്റും എങ്ങനെ ഉണ്ടാക്കും, എങ്ങനെയാണ് ഇത് മുന്നോട്ട് പോകുന്നത്, ഇത് നടക്കുമോ എന്ന് ഞങ്ങളിങ്ങനെ ചിന്തിക്കുമ്പം ഈശോയും മാതാവും ഞങ്ങൾക്ക് വേണ്ടി ഓരോ ദൈവമക്കളെ ഒരുക്കുമായിരുന്നു. അതിൻ്റെ ഇടയിൽ സഞ്ചാരി മാതാവ് ഈശോയെ കൂട്ടിക്കൊണ്ട് വലിയൊരു അത്ഭുതം ചെയ്തു. അതായത് ഡൽഹിയിൽ നിന്നും എൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ഓസ്ട്രേലിയയിലേക്ക് ഡൽഹി കൗൺസിലിൽ നിന്ന് അവരയച്ചത് നമുക്ക് കാണാനോ അറിയാനോ ഒന്നും പറ്റത്തില്ല. ട്രാക്കിംഗ് ഐ ഡി അവർ തന്നു. അത് വെച്ച് നമ്മൾ ട്രാക്ക് ചെയ്ത് നോക്കിയപ്പോഴാണ് അവരയച്ച അഡ്രസ്സിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. അതേപോലെ മറ്റൊരു സ്ഥാപനം അവിടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് എനിക്കറിയത്തില്ലായിരുന്നു. ഹസ്ബൻഡാണ് ട്രാക്കിംഗ് ഐ ഡി വെച്ച് ട്രാക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഹസ്ബൻഡ് എന്നോട് എനിക്ക് ടെൻഷനാവുന്നോർത്ത് പറഞ്ഞില്ല. അങ്ങനെ സഞ്ചാരി മാതാവ് ഈശോയെ കൂട്ടിക്കൊണ്ട് അഡ്രസ്സിൽ വ്യത്യാസം ഉണ്ടായിരുന്നെങ്കിലും ആ സർട്ടിഫിക്കറ്റ് അവിടെ എത്തിയ സർട്ടിഫിക്കറ്റും തെറ്റുള്ളതായിരുന്നു. അങ്ങനെ അവിടുന്ന് എന്നോട് പറഞ്ഞു, ഈ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് നിൻ്റെ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നോട് പറഞ്ഞു. ഞാനപ്പോൾ അപ്പം വിഷമമായിരുന്നെങ്കിലും ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, മാതാവ് ഈശോയും അത്ഭുതം പ്രവർത്തിക്കാൻ വേണ്ടിയാണ്, ദൈവനാമ മഹത്വത്തിന് വേണ്ടിയാണ് ഇങ്ങനെയൊന്നും സംഭവിച്ചിരിക്കുന്നത്. മാതാവ് ഈശോയും വഴി നടത്തുമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ അന്ന് രാത്രി ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു, മാതാവിൻ്റെ ഈശോയുടെ ഹിതം പോലെ ആകട്ടെ, തടസ്സങ്ങൾ എന്തുണ്ടായാലും അത് മാതാവിൻ്റെ ഈശോയുടെയും പദ്ധതിയാണെന്നുള്ളൊരു ഉറപ്പ് ഞങ്ങൾക്കുണ്ടായിരുന്നു. പിറ്റേ ദിവസത്തെ ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയിൽ അച്ഛൻ പറഞ്ഞു, അച്ഛൻ എക്സാമിന് പനി പിടിച്ച കാരണം 100-ൽ 45 മാർക്കിന് എഴുതിയുള്ളൂ. പക്ഷേ എക്സാമിന് റിസൾട്ട് വന്നപ്പോൾ 90-ലധികം മാർക്ക് ലഭിച്ചു എന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞു, മാതാവേ, എൻ്റെ ആ ലഭിച്ച സർട്ടിഫിക്കറ്റ് വെച്ച് എൻ്റെ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത് തരാനുള്ള മനസ്സ് ആ ഓഫീസർക്ക് കൊടുക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. പിന്നീട് പറഞ്ഞു, എൻ്റെ ഇഷ്ടമല്ല, മാതാവിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ 9:30 ആയപ്പോൾ എനിക്ക് മെയിൽ വരികയാണ്, നിൻ്റെ വെരിഫിക്കേഷൻ എല്ലാം കംപ്ലീറ്റ് ആയി, നിൻ്റെ ഫൈനൽ സർട്ടിഫിക്കറ്റ് ഇതാണെന്നും പറഞ്ഞ് എനിക്ക് മെയിൽ വന്നു. അതെൻ്റെ മാതാവിൻ്റെ ഈശോ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ്, ഞങ്ങളുടെ കഴിവെല്ലാം എടുക്കല്ല. അങ്ങനെ പ്രോസസ്സിങ് മുന്നോട്ട് പോയി. തടസ്സങ്ങളെല്ലാം തന്നെ വളരെ ദൈർഘ്യമേറിയതാകാമായിരുന്നു. എന്നാൽ ഈശോയുടെയും മാതാവിൻ്റെയും കൃപയാൽ ഓരോ പേപ്പറുകളും ശരിയാക്കി തരാൻ ദൈവമക്കളെ നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ടായിരുന്നു. എല്ലാം ശരിയായി, പ്രോസസ്സിങ് കംപ്ലീറ്റ് ആയി. എല്ലാവർക്കും അതിശയമാകുന്ന രീതിയിൽ വളരെ പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ വിസ വന്നു. മാർച്ച് 3 ഞങ്ങളുടെ വിസ വന്നു. ഈ ഏപ്രിൽ 6 ഞായറാഴ്ച ഞങ്ങൾ ഓസ്ട്രേലിയയിലേക്ക് കടന്നു പോവുകയാണ്. ഏപ്രിൽ 14 ഞാൻ ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്യും. എൻ്റെ മാതാവും എൻ്റെ ഈശോയും ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത അനുഗ്രഹത്തിന് കോടാനുകോടി നന്ദി പറയുന്നു. അതുപോലെ കാരുണ്യ പ്രവർത്തികളായിട്ട് ഞങ്ങൾ ചെയ്യുന്നത് കുവൈറ്റിലും ന്യൂസിലൻഡിലും ആയിരുന്നപ്പം നമുക്ക് പോയി കാരുണ്യ പ്രവൃത്തി ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് നാട്ടിലേക്ക് സാമ്പത്തികമായി സഹായങ്ങൾ ചെയ്യുമായിരുന്നു. എല്ലാ ആഴ്ചയിലും മുടങ്ങാതെ ആവശ്യത്തിലുള്ള എല്ലാ മക്കളെയും നമ്മുടെ കയ്യിലുള്ളതിനനുസരിച്ച് ഞങ്ങൾ സഹായം ചെയ്യുമായിരുന്നു. നാട്ടിൽ വന്നതിന് ശേഷം വീടിനടുത്തുള്ള മദേഴ്സ് ഹോപ്പ് എന്ന് പറഞ്ഞ അമ്മമാർ താമസിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ പോകാനും അവരുടെ കൂടെ സമയം ചെലവഴിക്കുകയും അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കും.
പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ചെയ്യുന്നത്. എന്നും ഞാൻ എൻ്റെ കൃപാസന മാതാവിൻ്റെ ഫോട്ടോ ഞാൻ സ്റ്റാറ്റസായിട്ട് ഇടാറുണ്ട്. അതുപോലെ ഞാൻ കാണുന്ന സാക്ഷ്യങ്ങൾ, അച്ഛൻ്റെ ധ്യാനം എല്ലാം തന്നെ സ്റ്റാറ്റസായിട്ട് ഇടാറുണ്ട്. എല്ലാവർക്കും ഒരു 30 പേർക്കോളം ഞാൻ എന്നും ഷെയർ ചെയ്യാറുണ്ട് എല്ലാ കാര്യങ്ങളും. അതുപോലെ ഇവിടുന്ന് ലഭിച്ച കൃപാസനം പത്രം ഞാൻ റെയിൽവേ സ്റ്റേഷനുകളിൽ, അതുപോലെ ട്രെയിനിൽ, ബസ് സ്റ്റാൻഡുകളിൽ, ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ എല്ലായിടത്തും പ്രാർത്ഥിച്ച്, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഇത് ലഭിക്കുന്ന ആൾക്കാർ അതിനെ ആ ഒരു രീതിയിൽ ഇതിനെ കണ്ട് മാതാവിൻ്റെ ഈശോയുടെ അനുഗ്രഹങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മാതാവിൻ്റെ ഈശോയിലേക്കും കടന്നു വരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ പത്രങ്ങളെല്ലാം വിതരണം ചെയ്യുമായിരുന്നു. എന്നോട് എന്ത് വിഷമങ്ങൾ പറയുന്ന എല്ലാ മക്കളോടും ഞാൻ കൃപാസനത്തെക്കുറിച്ചും മാതാവിനെക്കുറിച്ചും ഈശോയുടെ അനുഗ്രഹങ്ങളെക്കുറിച്ചും കൃപാസനത്തിൽ വരണേന്ന് ഞാൻ അവരോട് പറയാറുണ്ട്. വീണ്ടും വീണ്ടും അവരോട് ചോദിക്കാറുണ്ട്, കൃപാസനത്തിൽ പോയോ, ഉടമ്പടി എടുത്തോ എന്ന് ചോദിക്കാറുണ്ട്. പിന്നെ ഇതിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച വലിയൊരു ആത്മീക അഭിഷേകം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പം നമുക്ക് ജോലി ലഭിക്കണം, അങ്ങനെയുള്ള രീതിയിലുള്ളൊരു പ്രാർത്ഥനകളൊക്കെ ആയിരുന്നു. ഇതിന് ശേഷം ഞങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ മാറ്റിവെച്ച് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. മറ്റുള്ളവരെ കരുതണമെന്നും ആവശ്യത്തിലിരിക്കുന്നവരെ എല്ലാവരെയും സഹായിക്കണമെന്നുള്ളൊരു വലിയൊരു ദൈവ ഉദ്ദേശം ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നു. മാതാവിൻ്റെ ഈശോയ്ക്കും കോടാനോടി സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. യെശയ്യാ 30:20-21 വചനങ്ങൾ. കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിൻ്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല. നിൻ്റെ നയനങ്ങൾ നിൻ്റെ ഗുരുവിനെ ദർശിക്കും. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിൻ്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും, ഇതാണ് വഴി, ഇതിലെ പോവുക. ഷിനു മാത്യു എന്ന ഈ സഹോദരി ജീവിത പങ്കാളിയോടും കുഞ്ഞിനോടും ഒപ്പം പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ വലിയ സന്തോഷത്തോടെ ഈ നാളുകളിൽ വിദേശത്ത് പോകുവാനുള്ള പ്രോസസ്സും പരീക്ഷകളും വിജയിച്ചതിനുള്ള നന്ദി സന്തോഷത്തോടെ സമർപ്പിക്കുകയാണ്. മകൾ പറയുന്നുണ്ട്, വിദേശത്ത് പോകുവാൻ വേണ്ടി ഈ നാളുകളിൽ കടന്നുപോയ വളരെ കഠിനമായ പരിശ്രമങ്ങൾ, വിദേശത്ത് പോയി ക്യാപ്പ് ഓസ്കി പരീക്ഷ വിജയിക്കുവാൻ വേണ്ടി നടത്തിയ പരിശ്രമങ്ങൾ, അത് ഏറെ ക്ലേശപൂർണമായി വിജയിച്ചു വന്നിട്ട് ഇൻ്റർവ്യൂ ഒന്നും ലഭിക്കാതെ കൊടുക്കുന്നതൊക്കെ റിജക്റ്റ് ചെയ്തുകൊണ്ട് നിരന്തരം റിജക്റ്റ് ചെയ്യുന്നതിലൂടെ കുടുംബം കടന്നുപോയ വലിയ സാമ്പത്തിക ഞെരുക്കത്തിൻ്റെ ദിവസങ്ങൾ, പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടിയെടുത്ത് ജീവിതം പുനഃക്രമീകരിക്കുമ്പോൾ പിന്നീട് ഓരോ തവണയും ഓരോ തിരിച്ചടികളും ഇൻ്റർവ്യൂകളെ തിരസ്കരിക്കപ്പെടുമ്പോഴും നിരാശയിലേക്കല്ല, അമ്മ മാതാവിന് ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയിലൂടെ ഏറ്റവും മികച്ചത് നൽകുന്നതിന് വേണ്ടി തങ്ങളെ വഴി നടത്തും, ഒരുക്കുമെന്ന പ്രത്യാശയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയതിനെ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഓരോ പ്രതിസന്ധിയും ഓരോ പുതിയ പ്രചോദനവും പുതിയ അവസരവുമായി കുടുംബത്തിന് മാറുന്നത് പങ്കുവയ്ക്കുന്നുണ്ട്. ഓരോ തിരിച്ചടികളും ഓരോ തിരസ്കരണങ്ങളും ഓരോ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുവാൻ ആഗ്രഹത്തോടെ അപേക്ഷ അയക്കുന്നതൊക്കെ റിജക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിലൂടെ വീണ്ടും തരിപ്പണമാവുകയല്ല, മറിച്ച് അമ്മ മാതാവിൽ ആശ്രയിച്ചുകൊണ്ട് വീണ്ടും അടുത്ത ഇടങ്ങൾ കണ്ടെത്തുവാൻ, പുതിയ രാജ്യം കണ്ടെത്തുവാൻ, ഓസ്ട്രേലിയയിലേക്ക് തങ്ങളുടെ അന്വേഷണം ഒന്ന് പുനഃക്രമീകരിച്ച് തുടങ്ങുവാനുള്ള പരീക്ഷണങ്ങളൊക്കെ ചെയ്യുവാൻ മക്കൾക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ അമ്മയിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്നു. ഓരോന്ന് ചെയ്യുമ്പോഴും ഉള്ള ഉറച്ച വിശ്വാസം അമ്മ മാതാവും തിരുക്കുമാരനും കരം പിടിച്ച് വഴി നടത്തും, ഏറ്റവും ഉചിതമായ ഇടങ്ങളിലേക്ക് നയിച്ചുകൊണ്ടിരിക്കും. ഞങ്ങൾക്ക് അർഹതയില്ലെങ്കിലും ഞങ്ങൾക്ക് അറിവില്ലെങ്കിലും ഞങ്ങളുടെ കഴിവുകൾ വളരെ പരിമിതമാണെങ്കിലും ആ കഴിവിനപ്പുറമുള്ള കൃപയാൽ അമ്മ മാതാവ് ആവശ്യമായത് അനുഗ്രഹിച്ചു തരും. മകൾ പറയുന്നുണ്ട്, പബ്ലിക് സ്പീക്കിംഗ് ഏറെ പ്രയാസമുള്ളൊരു വ്യക്തിയാണ്, അധികമൊന്ന് വാക്കുകൊണ്ട് സംസാരിക്കുവാൻ അറിയില്ല, എങ്കിലും അമ്മ മാതാവിൻ്റെ ഉപ്പ് നാവിൽ തൊട്ടും ഉടമ്പടി തൈലം കുരിശടയാളം വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ഇൻ്റർവ്യൂവിന് പോയിട്ട് അവർ ചോദിച്ചതിനൊക്കെയും ഇടതടവില്ലാതെ സംസാരിക്കുവാൻ മകളെ സഹായിക്കുകയും അതവർക്ക് വലിയ ഇംപ്രസ്ഡായി മാറിയെന്ന്. പങ്കെടുത്ത 2 ഇൻ്റർവ്യൂവിലും ഒരുപോലെ സെലക്ട് ആവുകയും വീണ്ടും അമ്മ മാതാവിൻ്റെ സംരക്ഷണയിൽ അതിൽ ഉചിതമായ ഒരെണ്ണം തിരഞ്ഞെടുക്കുകയും ചെയ്തുവെന്ന. പ്രിയമുള്ളവരെ, ചില കാലങ്ങൾ നമുക്ക് ഇരുണ്ടതായിരിക്കാം, ചില കാലങ്ങൾ നാം ചെയ്യുന്ന പരിശ്രമങ്ങളൊക്കെ പരാജയപ്പെടുന്നതായിരിക്കാം, ചില കാലങ്ങൾ നമ്മൾ എത്ര വിശുദ്ധിയിൽ ജീവിച്ചാലും സഹനങ്ങൾ ജീവിതത്തിനകത്തേക്ക് ഇങ്ങനെ ഇരച്ച് കയറി വന്ന് നമ്മളെ വേദനിപ്പിക്കുന്നുണ്ടാവാം.
നമ്മുടെ കണ്ണുകളുടെ നോട്ടം കർത്താവിൽ നിന്ന് മാറുന്നുണ്ടോ? നമ്മുടെ ഹൃദയം ദൈവത്തിൽ നിന്ന് ചഞ്ചലപ്പെട്ട് നാം തന്നെ നിരാശയിലേക്കും വഴിതെറ്റിയും പോകുന്നുണ്ടോ? അതോ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുവാനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഈ മകൾ ആവർത്തിച്ച് പറയുന്നുണ്ട്, എന്നും ദൈവേഷ്ടത്തിന് വേണ്ടി ഓരോ തിരിച്ചടികളെയും സമർപ്പിച്ചിരുന്നു, എന്നും മറ്റുള്ളവർക്ക് വേണ്ടി തങ്ങളുടെ നിയോഗങ്ങളെക്കാൾ ഉപരി പ്രാർത്ഥിച്ചിരുന്നു. ഓരോ ജപമണി ചൊല്ലുമ്പോഴും മറ്റുള്ളവരുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾ നിവർത്തിതമാകുവാൻ വേണ്ടി നിരന്തരം ആഗ്രഹത്തോടെ ദൈവസന്നിധിയിൽ നിയോഗം സമർപ്പിച്ചിരുന്നുവെന്ന്. ഇതൊരു ആത്മീയ വളർച്ചയുടെ ലക്ഷണമാണ്. നമ്മുടെ ആവശ്യങ്ങളിൽ നിന്നും ദൈവത്തിൻ്റെ ഹിതം നിറവേറും വിധം, മറ്റുള്ളവരുടെ ജീവിതം നന്മയാകും വിധം നമ്മുടെ പ്രാർത്ഥനയിലൂടെ സഹായിക്കുക എന്നത് നമുക്ക് ഉടമ്പടി ജീവിതം നൽകുന്നത് ഈ ആത്മീയ വളർച്ചയും ആത്മീയ പക്വതയുമാണ്. നമുക്ക് കേവല ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നൊരിടമായി കൃപാസനത്തെ കാണാതെ നിത്യതയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ആത്മീയ ജീവിതത്തെ വളർത്തുവാനും മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി നിർവ്യാജമായി പ്രാർത്ഥിക്കുവാനും നമ്മളെ പഠിപ്പിക്കുന്ന പാഠശാലയായി അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തെ മനസ്സിലാക്കുമ്പോൾ അത് നമുക്ക് പുതിയ പ്രചോദനവും പുതിയ സന്തോഷവും നമ്മൾ വിചാരിക്കുന്നതിനപ്പുറമുള്ള ഭൗതികമായ നന്മകളും ജീവിതത്തിൽ കൊണ്ടുവന്ന് തരും. അതിൻ്റെ സാക്ഷ്യമാണ് ഈ മകൾ ഈ അൾത്താരയിൽ പങ്കുവയ്ക്കുന്നത്. എത്ര ക്ലേശത്തിൻ്റെ അപ്പം കഴിച്ച് ജീവിതം മുന്നോട്ട് പോയാലും എൻ്റെ മാതാവിൽ നിന്ന്, എൻ്റെ ഈശോയിൽ നിന്ന് കണ്ണെടുക്കാതെ എൻ്റെ ജീവിതം ഞാൻ മുന്നോട്ട് കൊണ്ടുപോകും. അമ്മ മാതാവ് ഏറ്റവും ഗുണകരമായത്, എൻ്റെ കുടുംബത്തിന് അനുഗ്രഹമായത് നേടിത്തരുമെന്ന് മകൾ പറയുന്നുണ്ട്. ഇവിടുന്ന് അയക്കുന്ന സർട്ടിഫിക്കറ്റ് പോലും അത് ട്രാക്ക് ചെയ്യുമ്പോൾ പോകേണ്ടത് മറ്റൊരിടത്തേക്കാണെന്ന് തിരിച്ചറിയുന്നു. എങ്കിലും അത് ശരിയായി അത് എത്തേണ്ട ഇടത്തേക്ക് അത് റീഡയറക്റ്റ് ചെയ്ത് എത്തിച്ചേരുമ്പോൾ അതിൽ തെറ്റുകളുണ്ടെന്ന് തിരിച്ചറിയുന്നു. എങ്കിലും ആ തെറ്റുകൾ ഉള്ളതുപോലും അപാകതകൾ പോലും പരിഗണിക്കാതെ ആ വെരിഫിക്കേഷൻ പൂർത്തിയാക്കി മകൾക്ക് ആ ഫാമിലി വിസയോടുകൂടി PR അവിടെ ജോലിക്ക് പോകുവാനാവുന്ന സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നു. നമ്മൾ അമ്മയുടെ കരങ്ങളിൽ നമ്മുടെ ജീവിതം സമർപ്പിക്കുമോ? ചെറിയ ചെറിയ കുറവുകൾ പോലും എല്ലാം പരിഹരിച്ചുകൊണ്ട് നമുക്ക് അനുഗ്രഹമായിട്ടുള്ളത് തരുവാൻ അമ്മ മാതാവ് തിരുക്കുമാരന് മേൽ എപ്പോഴും മാധ്യസ്ഥം വഹിക്കും. നമുക്കത് സംരക്ഷണവും അനുഗ്രഹവുമായി തീരുകയും ചെയ്യും. ഈ കുടുംബത്തിന് ലഭിച്ച ഈ അനുഗ്രഹത്തിന് നന്ദി പറഞ്ഞ് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കും. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.